ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറുനാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അത് കഴിക്കേണ്ട രീതിയും പരിചയപ്പെടാം. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ പ്രയോജനമുള്ള ഒന്നാണ് ചെറുനാരങ്ങ. കാണാൻ ചെറുതാണെങ്കിലും ചെറുനാരങ്ങയുടെ ഔഷധ ഗുണങ്ങൾ വലുതാണ്. നാരങ്ങാ വെള്ളം ദഹനശമനിയായും ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധക്കൂട്ടായും ഉപയോഗിക്കാറുണ്ട്. ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ചെറുചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് അമിത കൊഴുപ്പ് ഒഴിവാക്കുവാനും തടി കുറയ്ക്കാനും സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് ചെറുനാരങ്ങ വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കുന്നു. വയറിളക്കത്തിന് ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചാറിച്ച് കുടിക്കുക. കട്ടൻ ചായയിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് കുടിക്കുന്നതും വയറിളക്കത്തിന് നല്ലതാണ്. ദഹനക്കേടിനും വിശപ്പുണ്ടാകാനും കഴിക്കുന്ന രീതി: ചെറുനാരങ്ങ നീര്, ഇഞ്ചി എന്നിവ സമം ചേർത്ത് 4 ഏലക്ക പൊടിച്ചതും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കഴിക്കുക. ഇത് ദഹനക്കേട് മാറാനും വിശപ്പുണ്ടാകുന്നതിനും നല്ലതാണ്. വിഷജീവികൾ കടിച്ചിട്ടുള്ള നീരും വേദനയും മാറാൻ തുളസിയില നീരും ചെറുനാരങ്ങ നീരും സമം ചേർത്ത് പുരട്ടുക. കാലറിയും കൊഴുപ്പും കുറഞ്ഞതായത് കൊണ്ട് തന്നെ ചെറുനാരങ്ങ നീര് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെയും ഇൻസുലിന്റെയും അളവ് കൃത്യമാക്കാൻ സഹായിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുനാരങ്ങ. ഇത് വിറ്റാമിൻ സിയുടെ കലവറയാണ്. പനി, ജലദോഷം, നീർവീർച്ച, ചുമ, നീരിറക്കം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും. ഇത് വരാതിരിക്കാനും നല്ലതാണ്. ചിക്കൻ ബോക്സ് ഉള്ളവർക്ക് ചെറുനാരങ്ങ നീരും ശർക്കരയും ചേർത്ത് 2 നേരം കഴിക്കുക. സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുനാരങ്ങ. മുഖത്തിന് തിളക്കം കിട്ടാനും ചുളിവുകൾ വരാതിരിക്കാനും മുഖക്കുരുവിനുമൊക്കെ നല്ലതാണിത്. ചുമയുള്ളവർക്ക് ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ നാരങ്ങ നീര് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പലപ്പോഴും പലർക്കും ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യാറുണ്ട്. നാരങ്ങയുടെ നീര് നല്ലതാണ്, പക്ഷേ വളരെ ചെറിയ തോതിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നല്ലതാണെന്ന് വിചാരിച്ച് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് 1-2 നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാറുണ്ട്. വെറും വയറ്റിൽ നാരങ്ങ കൂടുതലായി ശരീരത്തിലെത്തിയാൽ ഗുണങ്ങളെക്കാൾ ദോഷം ചെയ്യാനാണ് സാധ്യത. നമ്മുടെ പല്ലിന്റെ ഇനാമലിനെ കേടുവരുത്തുകയും പല്ലിന് പുളിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. വയറിനകത്ത് അസിഡിറ്റി, പുളിച്ചുനീട്ടലോ അൾസറോ ഉള്ളവർ രാവിലെ വെറും വയറ്റിൽ കൂടുതൽ അളവിൽ നാരങ്ങയുടെ നീര് കഴിച്ചു കഴിഞ്ഞാൽ അത് വയറിന് ഇറിറ്റേഷൻ, അൾസറിന്റെ സാധ്യത എന്നിവ കൂട്ടുന്നു. നെഞ്ചിരിച്ചിൽ വർദ്ധിക്കുകയും പുളിച്ചുനീട്ടൽ, ഛർദി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരണ്ട ചർമ്മമുള്ളവർ അമിതമായി നാരങ്ങ നീര് ഉപയോഗിച്ചാൽ അത് ഡ്രൈ സ്കിന്ന് കൂടാനായിട്ടാണ് സാധ്യത. തണുപ്പുള്ള കാലാവസ്ഥകളിൽ സ്കിന്ന് പൊളിഞ്ഞു വരുന്നവർക്ക്, കാലിൽ ചൊറിച്ചിൽ മറ്റുമുള്ളവർക്ക് നാരങ്ങ നീര് അമിതമായി കഴിക്കുന്നത് നല്ലതല്ല. വെള്ളപ്പാണ്ടുള്ളവർക്ക് അമിതമായി നാരങ്ങ നീര് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ കൂടാനായി സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത തലവേദനയുള്ളവർക്ക് നാരങ്ങാ നീര് കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ കൂടാൻ സാധ്യതയുണ്ട്. നാരങ്ങാ നീര് നല്ലതു തന്നെ, പക്ഷേ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. രാവിലെ നാരങ്ങാ നീര് കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് 5 മുതൽ 8 തുള്ളി നാരങ്ങാ നീര് ചേർക്കുക. ഇത് നിങ്ങൾ രാവിലെ 1 ഗ്ലാസ് കുടിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും വരികയില്ല. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് 4-5 വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞിട്ട് അതിനകത്ത് 4-5 തുള്ളി നാരങ്ങാ നീര് ചേർക്കുക. ഇങ്ങനെ കുറഞ്ഞ അളവിൽ നാരങ്ങാ നീര് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.